സുന്ദർബനിൽ ഇപ്പൊ തണുപ്പുകാലം തുടങ്ങിയതേയുള്ളൂ. വൈകുന്നേരമായപ്പോ കൊടും തണുപ്പായി മാറി. തണുപ്പിൽ വിറച്ച് മിങ്കിയ കിളി തന്റെ കൂട്ടിൽ തിരിച്ചു വന്നിരുന്നു. എന്റെ ഭഗവാനെ, ജനുവരി മാസം പോലും തുടങ്ങിയിട്ടില്ല. തണുപ്പ് കൂടിക്കൂടി വരുവാണല്ലോ. ഇങ്ങനെ പോയാ എന്ത് ചെയ്യും? അപ്പുറത്താണെങ്കിൽ ചോട്ടുമാൻ തടാകത്തിൽ വെള്ളം കുടിക്കാൻ പോയി. ആ വെള്ളത്തിന് ഐസ് കട്ടയുടെ തണുപ്പായിരുന്നു. എന്റെ ദൈവമേ, ഇത്ര തണുത്ത വെള്ളോ! ഈ വെള്ളം ഒട്ടും കുടിക്കാൻ വയ്യല്ലോ. തണുപ്പ് കാരണം എല്ലാവർക്കും ടെൻഷനായി. എല്ലാരും കൂടെ ഒരുമിച്ച് കൂടി. കേൾക്കൂ സുഹൃത്തുക്കളെ, ശൈത്യകാലം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ചൂടുള്ള ഉച്ചയിലും സൂര്യൻ നമുക്ക് ഒരു മാറ്റവും വരുത്തുന്നില്ല. എല്ലാം വ്യക്തമാണ്. ഇത്തവണ നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത്. അത് വളരെ മോശമായിരിക്കും. കഴിഞ്ഞ തവണയും കുളത്തിലെ വെള്ളം 15 ദിവസത്തോളം ഐസിൽ തണുത്തു കുറഞ്ഞിരുന്നു. എത്ര നമ്മുടെ വനവാസികൾ കൊല്ലപ്പെടുകയുണ്ടായി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളായി. വയ്യാണ്ടിരിക്കണ കൊക്കിന്റെ മേലില് മുകളിൽ നിന്നും ഒരു വല അങ്ങ് വീണു. അല്ല, ഈ വല ഇത് എവിടുന്ന് വന്നു? യെസ്, ഞാൻ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ മുമ്പിൽ നിന്നും കയ്യില് തോക്കുമായി ഒരു വ്യക്തി നടന്നു വരികയായിരുന്നു. ഓടിക്കോ, അതൊരു വേട്ടക്കാരനാണെന്നാ തോന്നുന്നേ. അവനെ കണ്ടതോടെ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. വേട്ടക്കാരൻ കൊക്കിനെയും കൊണ്ട് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. അവൻ കുടിലെത്തിക്കഴിഞ്ഞപ്പോ ആ കൊക്കിനെ നേരെ ഒരു കൂട്ടിന്റെ അകത്ത് അടച്ചിട്ടു. ദുഷ്ട മനുഷ്യ, നിന്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ മൃഗങ്ങളെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? കുറച്ച് പണത്തിന് വേണ്ടി എന്നെ മറ്റൊരു ദുഷ്ടനായ മനുഷ്യനെ വിൽക്കുവല്ലേ? ഇല്ല കൊക്കെ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനൊരു വേട്ടക്കാരനല്ല, ഞാനൊരു വ്യാപാരിയാണ്. അല്ല, ഇതെങ്ങനെ സംഭവിക്കും? നീ മനുഷ്യനായിരുന്നിട്ടും എൻ്റെ ഭാഷ എങ്ങനെ മനസ്സിലായി? പ്രിയപ്പെട്ട കൊക്കെ, ഞാൻ നിന്റെ കാട്ടിലേക്ക് സ്വർണ്ണക്കൂണുകൾ തേടി വന്നതാണ്. എൻ്റെ ഭാര്യയുടെ ആരോഗ്യം വളരെ മോശമാണ്. അവൾക്ക് വെറും 10 ദിവസം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഗ്രാമത്തിലെ വൈദ്യനാണ് പറഞ്ഞത്, സുന്ദർവനത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് സുഗന്ധമുള്ളൊരു സ്വർണ്ണക്കൂണുണ്ടെന്ന്. ആ കൂണ് എൻ്റെ ഭാര്യയുടെ കയ്യിൽ 10 ദിവസത്തോളം ഉണ്ടായിക്കഴിഞ്ഞാൽ അവളുടെ അസുഖമൊക്കെ മാറുമെന്ന്. അപ്പം ഞാൻ ആലോചിച്ചു, ഇത്ര വലിയ കാട്ടിൽ നിന്നും ഈ കൂണെങ്ങനെ തേടുമെന്ന്. എനിക്ക് മൃഗങ്ങളുടെ ഭാഷ നന്നായിട്ട് അറിയാം. അങ്ങനെ ഞാൻ ചിന്തിച്ചു, ഏതെങ്കിലും ഒരു മൃഗത്തെ പിടികൂടി അവരോട് ആ കൂണിനെ കുറിച്ച് സംസാരിക്കാമെന്ന്. അതിനുശേഷം അവരെ വെറുതെ വിടാമെന്ന്. പക്ഷേ മദൻ ചേട്ടാ, എന്നോട് ആ കൂണിനെ കുറിച്ച് ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് വാതിലിലൂടെ രാമുവാന, കാലു കാണ്ടാമൃഗം, മൂട്ടുകൊരങ്ങൻ, മീനുക്കിളി, ചോട്ടുമാൻ അകത്തേക്ക് വന്നു. കൊക്കെ, ഞങ്ങൾ നിന്നെ രക്ഷിക്കാനാണ് വന്നത്. കാണ്ടാമൃഗം മദനെ ഒരു തട്ട് കൊടുത്തു. അവൻ ദൂരെ പോയി കിടന്നു. രാമുവാന കൂട്ടിക്കിടന്ന കൊക്കിനെ എടുത്ത് മുതുകിലങ്ങ് വെച്ചു. അതെ, ഞാൻ പറയുന്നത് കേക്ക്. കൊക്ക് പറയുന്നത് കേൾക്കാതെ എല്ലാരും അവിടെ നിന്ന് ഓടിപ്പോയി. ഓടി ഒരു ദൂര സ്ഥലത്ത് ചെന്നെത്തി. അവിടെ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹായ്, കൊക്ക് തിരിച്ചു വന്നു. ഇത് നല്ല കാര്യമായി. രാമുവാന, നീ കൊക്കിനെ തിരിച്ച് കൊണ്ടുവന്നത് നന്നായി. ആ ദുഷ്ടനായ വേട്ടക്കാരൻ എന്തായി? അവനെ ഞാൻ ഇടിച്ചങ്ങ് തെറിപ്പിച്ചു. അവന്റെ വാരിയലൊക്കെ ഇപ്പൊ ഒന്നായി മാറിയിട്ടുണ്ടാവും. അത് കൊള്ളാലോ, നീ ചെയ്തത് നന്നായി. സുഹൃത്തുക്കളെ, നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. അല്ല, നീ ഇതെന്തൊക്കെയായി പറയുന്നത്? അവൻ നിന്നെ എന്തു ചെയ്യാൻ പോവായിരുന്നെന്ന് ആർക്കറിയാവുന്നത്? അയാള് വേട്ടക്കാരനല്ല, അത് മദൻ വ്യാപാരിയാണ്. അവൻ നമ്മുടെ കാട്ടിലുള്ള സ്വർണ്ണക്കൂണുള്ള തടാകത്തിലേക്ക് വന്നതാണ്. ഇതും പറഞ്ഞ് കൊക്ക് എല്ലാവരോടും അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അയ്യോ, നമ്മൾ ചെയ്തത് വളരെ വലിയ തെറ്റായി പോയി. ആ പാവം ജീവിച്ചിരിക്കുന്നുണ്ടോ ആവോ? അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. അതിലുമുപരി ആ പാവത്തിന് എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം? എന്തു തന്നെ ആയാലും നമ്മൾ കാരണം അയാൾക്ക് പരിക്കേറ്റത് കൊണ്ട് അവനെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എല്ലാവരും കൂടെ ചേർന്ന് അവന്റെ കുടിലേക്ക് പോയി. മദനാകെ അവശ നിലയിൽ ആയിരുന്നു. അവന്റെ രക്തം ഒരുപാട് പോയിരുന്നു. എല്ലാ മൃഗങ്ങളും അവനെ നോക്കാൻ തുടങ്ങി. മോണ്ടുകുരങ്ങൻ ഔഷധ ഇലകൾ കൊണ്ടുവന്നു. അതിന്റെ നീര് അവന്റെ ദേഹത്ത് തേച്ചു. 3 ദിവസത്തെ പരിപാലനമൊക്കെ കഴിഞ്ഞ് അവന്റെ ആരോഗ്യം വീണ്ടും കിട്ടി. ഞങ്ങളോട് ക്ഷമിക്കണം മദൻ. ഞങ്ങൾ വിചാരിച്ചു നീ വേട്ടക്കാരനാണെന്ന്, ഞങ്ങളെ പിടിക്കാൻ വന്നതാണെന്ന്. ഒരു കുഴപ്പമില്ല, ഇപ്പം എനിക്ക് സുഖമുണ്ട്. പക്ഷേ ആ സ്വർണ്ണക്കൂണിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് വലിയ ഉപകാരമായേനെ.
രാത്രി ആവുന്നോറും തണുപ്പ് കൂടിക്കൂടി വരികയായിരുന്നു. എല്ലാ മൃഗങ്ങളും അവിടെ തന്നെ തങ്ങി. തണുപ്പ് കാരണം ആർക്കും ഒന്നും മിണ്ടാൻ പോലും കഴിയുന്നില്ലായിരുന്നു. എല്ലാരും വിറച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം ഉച്ചയായപ്പോ വെയില് വന്നപ്പോ ഇത്തിരി ശാന്തി കിട്ടി. രാത്രി മുഴുവനുള്ള തണുപ്പ് കാരണം വെള്ളം കുടിക്കാനായി കുളത്തിലേക്ക് പോകാൻ പോലും പറ്റുന്നില്ല. വരൂ എല്ലാവരും, നമുക്ക് കുളത്തിലേക്ക് പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. എല്ലാ മൃഗങ്ങളും മദനും കൂടെ തടാകത്തിൽ പോവാനിറങ്ങി. തടാകത്തിൽ എത്തുന്ന സമയത്ത് തന്നെ എല്ലാവരും ഞെട്ടിപ്പോയി. ഇതെന്താ, കുളത്തിലെ വെള്ളം ഐസായി മാറിയിരിക്കുന്നു. നമ്മൾ പേടിച്ചത് തന്നെ സംഭവിച്ചു. ഇനി നമ്മൾ വെള്ളമില്ലാതെ എങ്ങനെ ജീവിക്കാനാ? ഇപ്രാവശ്യത്തെ തണുപ്പ് നമ്മളെ കീഴടക്കിയിരിക്കുന്നു. നിങ്ങളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പരിഹരിക്കും. എനിക്ക് ആ സ്വർണ്ണക്കൂണ് കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ തീർത്തു തരാം. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ആ സ്വർണ്ണക്കൂണ് എവിടെയാണ് വളരുന്നതെന്ന് ആർക്കും അറിയില്ല. ഇത് കേട്ട് മദൻ എന്തോ ആലോചിച്ച് പറഞ്ഞു. ഈ കാട്ടിൽ വേറെ വല്ല സ്ഥലമുണ്ടോ? നിങ്ങൾ ആരും ഇതുവരെ പോവാത്തൊരു സ്ഥലം? ആ ഉണ്ട്, ഇപ്പോൾ ഓർമ്മ വരുന്നു. ഞങ്ങളുടെ കാട്ടിലെ ഒരു ഗുഹയുണ്ട്. അതിൻ്റെ വാതിൽ തുറക്കാനേ പറ്റില്ല. ഞങ്ങളുടെ പൂർവികർ പറയുന്നത് അത് മനുഷ്യർക്ക് വേണ്ടി മാത്രമേ തുറക്കുള്ളൂന്നാ. ഒരു മൃഗത്തിനും അകത്തേക്ക് പോകാൻ കഴിയില്ലെന്നാ. എന്നെ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഇത് കേട്ട് മദൻ രാമു ആനനെ നേരെ ഗുഹയിലോട്ട് കൊണ്ടുപോയി. ഗുഹയുടെ അടുത്തേക്ക് മദൻ എത്തിയപ്പോഴേക്കും അതിന്റെ വാതിൽ തന്നെത്താനെ തുറന്നു. അതിന്റെ അകത്തുനിന്ന് നിറമുള്ള കിരണങ്ങൾ വരാൻ തുടങ്ങി. സ്വർണ്ണ തിളക്കം. ഇനി ആ കൂണി ഗുഹയുടെ ഉള്ളിലാണെങ്കിലോ? ഇതും പറഞ്ഞ് മദൻ ഗുഹയുടെ അകത്തേക്ക് പോയി. കുറെ നേരം കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. അവന്റെ രണ്ട് കൈയിലും മഷ്റൂം ഉണ്ടായിരുന്നു. സ്വർണം പോലെ തിളങ്ങുകയായിരുന്നു. അതിൽ നല്ല സുഗന്ധവും ഉണ്ടായിരുന്നു. ഇത് കൊള്ളാലോ. ഈ കൂണ് കാണാൻ വളരെ ഭംഗിയുണ്ട്. പെട്ടെന്ന് വരൂ രാമുവാനെ, നമുക്ക് സമയം വളരെ കുറവാണ്. രണ്ടുപേരും കൂടെ തടാകത്തിൽ വന്നു. അവിടെ എല്ലാരും തളർന്നു കുത്തി തറയിൽ കിടക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, ഇനി എല്ലാ പ്രശ്നങ്ങളും മാറും. അങ്ങനെ പറഞ്ഞ് മദൻ മഷ്റൂമിൽ നിന്നും ഒരെണ്ണം എടുത്ത് തറയിലോട്ട് വെച്ചു. പയ്യെ പയ്യെ തടാകത്തിലെ ഐസ് വെള്ളമായി മാറി. വെയിലും വരാൻ തുടങ്ങി. ഇത് കൊള്ളാലോ. മഞ്ഞുകാലം മാറി കൂട്ടുകാരേ. തടാകത്തിൽ നിന്ന് എല്ലാവരും വെള്ളം കുടിച്ചു. അപ്പോഴാണ് എല്ലാവർക്കും ആശ്വാസമായത്. നിങ്ങളെല്ലാവരും സുരക്ഷിതരായി കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ ഈ മാജിക് എങ്ങനെ സംഭവിച്ചു? യഥാർത്ഥത്തിൽ ഗുരുജി എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇത് സ്വർണ്ണക്കൂണാണ്, അതിനോടൊപ്പം മാന്ത്രികതയുമുണ്ട്. ഇതിനകത്തുള്ള ഈ പ്രകാശം പുറത്തേക്ക് വന്ന് ശൈത്യകാലത്തും വേനൽക്കാലത്തും ഇത് തണുത്ത വായുരൂപത്തിൽ പടരുന്നു. ഇതിനർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് ശൈത്യകാലത്തും വേനൽക്കാലത്തും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ലെന്നാണ്. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇത് കൊള്ളാലോ. മദൻ നിങ്ങൾക്ക് ചേട്ടാ, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ശരി, ഞാനിതാ പോകുന്നു. എനിക്ക് എൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കണം. വീണ്ടും വരണേ കൂട്ടുകാരാ. അതെ, അടുത്ത തവണ ഞാൻ ഭാര്യയോടൊപ്പം വരാം. ഇതും പറഞ്ഞ് മദൻ അവിടെന്ന് പുറപ്പെട്ടു. സന്തോഷം കൊണ്ട് എല്ലാവരും അവനോട് ടാറ്റ പറഞ്ഞു.